നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളിലെ തിരക്കിലാണ്. നമ്മൾ കേരളത്തിൽ സമാധാനപരമായി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ രാജ്യത്തുടനീളം ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയാണ്. 2024 മാത്രം ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 830 എണ്ണമാണ്. ഈ ഒക്ടോബർ വരെ റിപ്പോർട്ട് ചെയ്തത് 706 സംഭവങ്ങളാണ്. ഇപ്പോൾ ക്രിസ്മസ് ആരാധനകൾ പോലും വ്യാപകമായി പല സംസ്ഥാനങ്ങളിൽ UP, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തടസ്സപ്പെടുത്തുകയാണ്. ക്രിസ്മസ് ആരാധനകൾ പോലും കൂട്ടായ്മകൾ പോലും തടസ്സപ്പെടുകയാണ്. ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ്. ജബൽപൂരിൽ കഴിഞ്ഞ ദിവസമാണ് കാഴ്ചാപരിമിതിയുള്ള ഒരു സ്ത്രീയെ ആരാധനയ്ക്കിടയിൽ ഒരു സംഘപരിവാർ നേതാവ് ആക്രമിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഛത്തീസ്ഗഡിൽ ഒരു ശവസംസ്കാരത്തിന് ആളുകൾ അനുവദിക്കാതെ ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് നടന്ന അക്രമങ്ങളിൽ വ്യാപകമായി നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചു. ഇപ്പോൾ ഡിസംബർ 25 അവധി കൂടി UP സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. സ്കൂളുകൾക്കുള്ള അവധി കൂടി പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ന് 24 ക്രിസ്മസ് തലേന്ന് ഛത്തീസ്ഗഡിൽ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ക്രിസ്മസ് ആരാധനകളും നടത്തരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. വ്യാപകമായി പാസ്റ്റർമാരെ അറസ്റ്റിലാകുകയാണ്. ബൈബിൾ വിതരണം നടത്തി എന്നതിൻ്റെ പേരിലാണ് പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തത്. ബൈബിൾ വിതരണം നടത്തുന്നത് ഈ ജനാധിപത്യ രാജ്യത്തിൽ, മതേതര രാജ്യത്തിൽ എങ്ങനെ കുറ്റകരമാവും? അലഹാബാദ് ഹൈക്കോടതി തന്നെ വിധിച്ചിട്ടുണ്ട് ബൈബിൾ വിതരണം ഒരു കുറ്റകൃത്യമല്ല എന്ന്. മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ എല്ലാ കേസുകളും എടുക്കുകയാണ്. ബൈബിൾ വിതരണം ചെയ്തതിൻ്റെ പേരിൽ കേസ്, ആരാധന നടത്തുന്നതിൻ്റെ പേരിൽ കേസ്, കൂട്ടായ്മകൾ നടത്തുന്നതിനെതിരായിട്ടുള്ള കേസ്, ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുമ്പോൾ വ്യാപകമായി ആക്രമണം അഴിച്ചുവിടുന്നു, സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുന്നു, വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുന്നു രാജ്യത്തുടനീളം. നമുക്കറിയാം, പാലക്കാട്, നമ്മൾ കേരളത്തിൽ സമാധാനപരമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും പാലക്കാട് ഒരു കരാൾ സംഘത്തെ BJP പ്രവർത്തകർ ആക്രമിച്ചു. അതിനെ ന്യായീകരിക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. ക്രിസ്മസ് കരാൾ നടത്താൻ പാടില്ല. നമ്മളെല്ലാം ചെറുപ്പത്തിൽ എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൂടിയിട്ടാണ് ക്രിസ്മസ് കരാൾ നടത്തിയിരുന്നത്. തിരുവനന്തപുരത്ത് PMGയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ BMS ആവശ്യപ്പെട്ടത് RSSൻ്റെ ഗണഗീതം കൂടി പെടുത്തണമെന്നാണ്. അതേ തുടർന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അവിടെയുള്ള ആഘോഷങ്ങൾ പിൻവലിച്ചു, ക്രിസ്മസ് ആഘോഷങ്ങൾ പിൻവലിച്ചു. അപ്പോൾ കേരളത്തിലേക്കും ഇവർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തുടനീളം ക്രൈസ്തവർ നേരിടുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. ചെറിയ ന്യൂനപക്ഷം. ഒരു സ്ഥലത്തും അക്രമങ്ങൾ നടത്തുന്നില്ല. അവർക്കെതിരായിട്ടുള്ള വ്യാപകമായ അക്രമങ്ങൾ ഇന്ത്യയിലുടനീളം ഉണ്ടാവുകയാണ്. ഇവിടെ ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായി വൈനുമായി വീടുകൾ സന്ദർശിക്കാൻ വരുന്ന ആളുകളാണ് ഈ രാജ്യത്തുടനീളം ക്രൈസ്തവരെ ആക്രമിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. തീർച്ചയായും ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ന്യൂനപക്ഷ കമ്മീഷൻ 5 വർഷമായി രഹിതമായി നിൽക്കുകയാണ്. അവിടെ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല. ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ പ്രവർത്തനരഹിതമാണ്. ഇതെല്ലാമാണ് രാജ്യത്തെ സ്ഥിതി. ഒരു മതേതര രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ ആരാധനകൾ പോലും നടത്താൻ പറ്റാതെ, ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷം ക്രിസ്മസാണ്, അത് ആഘോഷിക്കാൻ പാടില്ല. ക്രിസ്മസ് രാത്രികൾ പാടില്ല, അന്ന് പ്രാർത്ഥനകൾ പാടില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളും മറ്റ് ചിഹ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിൽക്കാൻ പാടില്ല. അത് വിൽക്കുന്ന കടകൾ ആക്രമിക്കപ്പെടുന്നു. രാജ്യത്തുടനീളം ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു മതേതര രാജ്യമായ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും ഉയർത്തു വരണം. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ രാജ്യത്തുടനീളം ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്ത ക്രൈസ്തവ സഹോദരന്മാരുടെ കൂടെ നമ്മുടെ മനസ്സും നമ്മുടെ പിന്തുണയും എല്ലാം ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഈ സംഘപരിവാറുകാർ ഈ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ച് നിങ്ങൾ ആയുധം താഴെ വയ്ക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.